ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഞാനിന്ന് ഈ കോസ്റ്റ്യൂമാണ് വെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് വെയർ ചെയ്തിട്ട് കാണാം. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. ഇതെന്തായാലും ഒരു മാസത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്ത് ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് താണ്ട ഞാൻ വള്ളിയൊക്കെ കെട്ടി സെറ്റായി ഇരിക്കുവാണ്. അപ്പം നമുക്ക് പോൺസിൻ്റെ മോയ്സ്ചറൈസറിലേക്ക് കിടക്കാം. അപ്പം താണ്ടെ ഇത് 20 രൂപയാണ്. വേഗം തീരാറായപ്പോൾ സാധനം. അപ്പം താണ്ടെ ഞാൻ ഫുള്ള് ഡോട്ടായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നില്ല, ഞാൻ കൺസീലർ മാത്രമാണ് ഇടുന്നത്. നാട്ടിൽ പോകാണല്ലോ, വെറുതെ നമ്മൾ കുറേ നേരം ട്രാവൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഞാൻ എപ്പോഴത്തെയും വീഡിയോവിനെ കൂട്ട് ഇതിപ്പം ഭയങ്കര സ്ലോ അല്ല, ഞാൻ സ്പീഡിലിട്ടേക്കുവാണ്. അതുകൊണ്ട് നല്ല സ്പീഡായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ വോയിസ് അത്രയ്ക്ക് സ്പീഡായിട്ട് തോന്നത്തില്ല, കാരണം ഞാൻ വോയിസ് പതുക്കെയാണ് പോകുന്നത്. കാരണം എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ഒരു മീശ, ഒരു എഫക്റ്റ്, എന്നിട്ട് ഞാൻ അതും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ഡാസ്ലറിൻ്റെ ഐലൈനർ ഒന്ന് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ ഇല്ല. ആ കാണിക്കുന്നത് ഞാനാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അപ്പം നമുക്ക് വേണ്ട മിറർ നോക്കിയൊക്കെ എഴുതാൻ നോക്കി, എന്നിട്ടും എനിക്ക് ചെറിയൊരു ടഫായതുകൊണ്ട് ഞാൻ പോയി വലിയ കണ്ണാടി പോയി നോക്കി എഴുതിയിട്ടൊന്നു. ചെറിയ ടഫാണല്ലോ നമുക്ക് ഫോണിൻ്റെ ക്യാമറയ്ക്കകത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആ കാണിക്കുന്ന ഷൂ ആണെന്ന് ആരും വിചാരിക്കരുത്, നല്ലപോലെ തുമ്മിയതാണ്. കാരണം ഇത് എടുക്കുന്നത് എനിക്ക് പനിയുള്ള സമയത്താണ്. അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ മൂത്തൊരു സാധനം പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നൊക്കെയാണ് അത് കുറച്ച് പുറകിൽ ലൈറ്റ് പോയത്, കറണ്ട് പോയതാണ് ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചു, അത് തുറച്ച് കളഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ലിപ് ബാം ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ലിപ് ബാമാണ്. അപ്പം ഞാൻ ഇത് തന്നെയാണ് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം എൻ്റെ മെഹന്തി ഡിസൈൻ ആരും കണ്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ എടുക്കാൻ നേരത്ത് കാണുമല്ലോ. അപ്പം ഞാൻ തന്നെ ഇട്ടാണ്, രാത്രി ഇട്ടുകൊണ്ട് കുളവായിപ്പോയി, സത്യം പോലെ പറയണമല്ലോ. നെക്സ്റ്റ് ഞാനൊരു ലിപ് ലൈനറാണ് എടുക്കുന്നത്. കാണിക്കാൻ മറന്നുകൊണ്ട് വീണ്ടും അടച്ചിട്ട് വീണ്ടും കാണിക്കുന്നതാണ്. ഞാൻ ഏതാണ്ടൊക്കെ കിടന്ന് വായിച്ച് നോക്കുവാണ് എന്തുവാ സംഭവം എന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ലിപ് ലൈനർ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് വരച്ച് സെറ്റാക്കി അങ്ങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുറത്തൊക്കെ പോകണ്ടല്ലേ, കുറേ നേരം ട്രാവൽ ചെയ്യുന്നിടത്ത് പുറത്തൊക്കെ ഇറങ്ങുമല്ലോ. നെക്സ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്, ഒരു ലിപ്സ്റ്റിക്ക്. സോ ഐ ആം പുട്ടിങ് ദിസ് ലിപ്സ്റ്റിക്ക് ആൻഡ് പക്ഷേ മറ്റേ ലിപ്സ്റ്റിക്കിനെ കൂട്ട് റെഡിഷ് കളർ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ലിപ് ബാമിൻ്റെയോ എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്മജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു പ്രൂഫും അല്ല, ഫുഡ് പ്രൂഫും അല്ല. ഒരു നോർമൽ ഡൂക്ലി ലിപ്സ്റ്റിക്കാണ്. കാരണം നമ്മൾ എപ്പോഴും ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ഞാൻ കോമ്പാക്ട് റോഡ് ഇട്ട് കൊടുക്കുന്നില്ല, ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇട്ടിട്ട് നിറച്ച് കുരു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഒരു മാസം കഴിഞ്ഞിട്ട് പോയില്ല. ഞാൻ ഭാര്യ അങ്ങ് പൊത്തുന്നുണ്ട്, കണ്ട് ഏതാണ്ടൊരു കൂട്ട് കിരിക്കണുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ആഫ്റ്റർ ഫുൾ ഓഫ് ബ്ലെൻഡിങ് നമുക്ക് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്ലഷ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലഷ് ഇടാൻ. അപ്പം താഴെ നല്ല കുരുവൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കുരുവൊന്നുമില്ല, ചെറിയ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് എന്തുവാ നമ്മുടെ കൺസീലർ ജസ്റ്റ് ആ കുരു വന്ന് അവിടെയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് തൊട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം നല്ല രസമായിട്ടിരിക്കട്ടെ, തിളങ്ങിയിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ ചെറുതായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ചൊക്കെ നമുക്ക് ഒന്ന് സെറ്റാക്കാം. നെക്സ്റ്റ് ഇതാണ് എൻ്റെ മുടി നിറച്ച് എന്നാണ്ടൊക്കെ. കാരണം നമ്മൾ രാവിലെ എണീറ്റ് റെഡിയൊക്കെ ആണല്ലോ, അപ്പം നമ്മൾ മുടിനെ കുറിച്ച് നോക്കുന്നില്ല.
ഇത്ര ഹൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കെട്ടി വെക്കാൻ നേരത്തെ അത്ര ഹൈറ്റൊന്നും തോന്നത്തില്ല. ഇപ്പോൾ 2 വർഷത്തെ കഷ്ടപ്പാടാണ് ഗൈസ്. 2 അല്ല 3 വർഷമായി. ഇപ്പം 4ാം ക്ലാസ്സിൽ വളർത്താൻ തുടങ്ങിയ മുടിയാണ്. എനിക്ക് ചറ്റം വെട്ടി കൊടുക്കുന്നുണ്ട്. കണ്ടോ, അവളാണെങ്കിൽ ബലൂണാണെങ്കിൽ വെച്ച് നമ്മുടെ മറ്റേ മേക്കപ്പ് സ്പഞ്ചില്ലേ അതാക്കി എന്താ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നല്ല പോലെ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ നല്ലപോലെ കെട്ടിയിട്ടുണ്ട്. ആ മുടി എത്ര സ്ട്രെയിറ്റ് ആക്കാൻ നോക്കിയാണ് സ്ട്രെയിറ്റ് ആവുന്നില്ല. എന്നിട്ട് ഞാൻ അവസാനം കണ്ടു എൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 10:23 അപ്പോഴത്തെ സമയം ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയമൊക്കെ വേറേതാണ് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവും. സോ നെക്സ്റ്റ് നമ്മുടെ കണ്ണാടി തുടയ്ക്കാൻ വേണ്ടി ഒരു തുണിയുണ്ട്. ബട്ട് ഐ എം നോട്ട് യൂസിങ് ദാറ്റ്. കാരണം അത് നേരത്തെ എടുത്ത് വെച്ചു. അതുകൊണ്ട് പിന്നെ ഷാളൊക്കെ ടേബിളെടുത്ത് വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ തറയിൽ കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്ത്, പൊടിയൊന്നും ഇല്ല തൂത്തിട്ടേക്കുന്ന സംഭവമാണ്. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആരും സംശയിക്കേണ്ട. ഇവിടുത്തെ 2 സാധനങ്ങൾ ആക്കി വെച്ചേക്കുന്നതാണ്. പക്ഷെ നെവർ മൈൻഡ്, നമ്മളത്